ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയറിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കറ്റാർ വാഴ ജെല്ലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറ്റാർ വാഴ മാത്രം ആണ് നമ്മളുടെ മുടിയിലിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ കറ്റാർ വാഴ ജെല്ലെടുത്തിട്ട് നന്നായി ഗ്യാപ്പുള്ള അവിടെ, ഓക്കെ, പിന്നെ നെറ്റി കയറുന്ന ഭാഗത്ത് പിന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. ഓക്കെ, ആലോവേറ ജെല്ലിൻ്റെ ഒരു ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ജെല്ല് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നന്നായി മസാജ് ചെയ്ത് വിടുക. പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഓക്കെ, ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഇന്നത്തെ രാത്രി, അതായത് ഈ ഹെയർ കെയറിൻ്റെ നൈറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻവേർഷൻ മെത്തേഡിൽ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഹെയർ കെയർ സീരീസിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ കഞ്ഞിവെള്ളം ആവട്ടെ ഇല്ലെങ്കിൽ കറ്റാർ വാഴ ജെല്ലാവട്ടെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് നൈറ്റ് ടൈം ആകുമ്പോൾ മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഇൻവേർഷൻ മെത്തേഡിൽ സ്കാൽപ്പ് മസാജ് ചെയ്യണം. ഓക്കെ, അതൊരു 5 മിനിറ്റ് മാത്രം, 10 മിനിറ്റ് മാത്രം ലൈറ്റായി പ്രഷർ കൊടുത്ത് നന്നായി റൗണ്ട് സർക്കുലർ മോഷനിൽ നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബ്രെയ്ഡാക്കിയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ആൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസമല്ല, 2 ദിവസത്തിനൊരിക്കൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് കറ്റാർ വാഴ ജെല്ല് ഉപയോഗിച്ചിട്ട് അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. ഓക്കെ, അതൊരു ഹെയർ സ്പ്രേയിലായി എടുത്തിട്ടും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ചീർപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ എടുക്കേണ്ടതാണ് മുടിയിലത്തെ. പതുക്കെ മെല്ലെ ചീന്തി കൊടുത്താൽ മതി, പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഉടക്ക് കെട്ടൊക്കെ ഒന്ന് മുടിയുടെ കളയേണ്ടതാണ്. നിങ്ങൾക്ക് ചിലവർക്ക് കറ്റാർ വാഴയും പിന്നെ കഞ്ഞിവെള്ളം രണ്ടും മുടിക്ക് സെറ്റാവാത്തവർ ഇത് ഈ ഒരു ചാലഞ്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ വെറുതെ കടയിലുള്ള ഒരു കറ്റാർ വാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കാൽപ്പിനനുസരിച്ച് എവിടേക്കാണ് കവർ ചെയ്യേണ്ടത് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് വരിക. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ. ഇനി ജസ്റ്റ് ആ സ്കിന്നിലൊക്കെ ഒന്ന് കവർ ചെയ്ത പോലെ ആവണം.
വിൻ്റർ സീസൺ, റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ താരനൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കാൽപ്പിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ കെയർ ചെയ്ത് തുടരാമെന്ന്. അപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെയാണ് നമുക്ക് ജെല്ല് ഇങ്ങനെ കൈകൊണ്ട് മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് സ്കാൽപ്പ് ഏരിയ മാത്രം കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ ആ ഒരു കറ്റാർ വാഴ ജെല്ല് കവറാവണം. ഇങ്ങനെ എണ്ണ തടവുമ്പോഴും നമ്മൾ കയ്യിൽ എടുത്ത് നന്നായി മസാജ് ചെയ്ത് വിടുക. അങ്ങനെ കറ്റാർ വാഴ എടുക്കുക, എന്നിട്ട് പിൻഭാഗം ഇങ്ങനെ മസാജ് ചെയ്യേണ്ടതാണ്. മുടിയിലത്തെ ഒരു ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടും കേട്ടോ. എൻ്റെ മുടി എന്ന് പറയുന്നത് റഫ് പിന്നെ ഡ്രൈ ആണ്. ഓക്കെ, ഒരുപാട് ഡ്രൈ ആണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻഡ്സിൽ മാത്രം മിഡ് ടു എൻഡ് വരെ ഞാൻ കറ്റാർ വാഴ ജെല്ല് ഇങ്ങനെ തടവി വിടാറുണ്ട് കേട്ടോ. പൊതുവെ എന്തൊക്കെ ഹെയർ മാസ്ക് ആവട്ടെ, ഹെയർ പാക്ക് ആകുമ്പോൾ ഒക്കെ തടവുമ്പോൾ ഹെയർ ഫോൾ എന്ന് പറയുന്നത് സർവേ സാധാരണമാണ്. ഓക്കെ, അപ്പോൾ മുടി നമ്മൾ കെയർ ചെയ്യുമ്പോൾ അത് പഴയ മുടിയൊന്ന് ജീവനില്ലാതാവുമ്പോൾ അതങ്ങനെ ഫോൾ ആവുന്നതാണ്. ഓക്കെ, പിടിച്ച് പറിക്കരുത്. മുടി എന്ന് പറയുന്നത് ജസ്റ്റ് മൃദുത്വത്തോടെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. സ്മൂത്തായിട്ടാണ് നമുക്ക് മുടിയുടെ ഒരു കെയർ എന്ന് പറയുന്നത് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റോളം ആ ഒരു ജെല്ല് സ്കാൽപ്പ് മൊത്തം കവറായത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഞാൻ പിന്നെയും ചെറുതായിട്ട് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജട പിടിച്ചു എൻ്റെ മുടി. അപ്പോൾ മെല്ലെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ആണ് ചീന്തി കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഞാനിത് ഇങ്ങനെ ബാൻഡ് ഇട്ട് കൊടുക്കണമല്ലോ കേട്ടോ.
ഇങ്ങനെ 20 മിനിറ്റോളം ഇങ്ങനെ വിടേണ്ടതാണ്. നിങ്ങൾക്ക് കറ്റാർ വാഴ ജെല്ല് അങ്ങനെ മുടിയിലിരിക്കണത് ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ചെയ്ത് കളയാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ മൈൽഡ് ഷാംപൂ ആണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ എന്ന് പറയാനുള്ളത് നന്നായി വെള്ളം കുടിക്കുക. ഓക്കെ, എന്തൊക്കെ ഹെയർ കെയർ കൊടുത്താലും പുറം വഴി, അതായത് പുറത്തുനിന്ന് കൊടുത്താലും ഞങ്ങൾക്ക് ഇന്നറായിട്ട് ഞങ്ങൾക്ക് ഫുഡും പിന്നെ വെള്ളം കുടിക്കുന്നതും എല്ലാം നന്നായി ഒരു സൈക്കിളാണ് അത്. ഓക്കെ, ഒരുപോലെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ ഇല്ലാത്ത ദിവസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് പറയേണ്ടത് രാവിലെ നിങ്ങൾക്ക് മുടിയുടെ ജടയെല്ലാം വിടർത്തിയിട്ട് ചെറുതായിട്ട് നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അത് മാത്രം എടുത്തിട്ട് നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, പിന്നെ രാത്രി കിടക്കുമ്പോഴും ഇൻവെർഷൻ മെത്തേഡിൽ നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതാണ്. 10 മിനിറ്റോളം മതി, ഒരുപാടൊന്നും പ്രഷർ ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ പ്രഷർ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഷേക്ക് ആവണം, അത്ര മതിയാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക, പിന്നെ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുക, നന്നായിട്ട് ഡ്രൈ ആവാണ്ടേ നോക്കുക. ഓക്കെ, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പിന്നെ ഈ ഒരു ദിവസത്തെ ഒരു ചാലഞ്ച് നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.